ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ സർപ്രൈസ് ഗിഫ്റ്റായ വീട് കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് സാഗറും മഞ്ജുവും. ഇത് കണ്ണൻ സാറിൻ്റെ പേരിലുള്ള വീടാണെന്നും ഇത് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരാനാണ് കണ്ണൻ സാറിൻ്റെ തീരുമാനമെന്നും മാർക്കോ പറയുമ്പോൾ, കണ്ണേട്ടൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മഞ്ജു പറയുമ്പോൾ, ഒരു സർപ്രൈസ് ആയിട്ടാണ് കണ്ണൻ സാറ് ഇത് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചത്, അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാനും നാളെ തന്നെ താമസം തുടങ്ങാനും മാർക്കോ പറയുമ്പോൾ, ഇത്ര പെട്ടെന്നോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ, എന്തിനാ വൈകിക്കുന്നത്? ചതിയനായിട്ടുള്ള ഉണ്ണിയെ കണ്ണൻ സാറ് കമ്പനിയിൽ നിന്നും പുറത്താക്കി ആ ഒഴിവിലേക്ക് സാഗറിനെ നിയമിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ, തോമസ് സാറിൻ്റെ ഡ്രൈവർ ജോലി വിട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് സാഗർ പറയുന്നതും, ഞാൻ ആ ജോലി ഏറ്റെടുക്കാം എന്ന് മാർക്കോ പറയുമ്പോൾ, എങ്കിൽ കുഴപ്പമില്ല, അത് തോമസ് സാറിനും സന്തോഷമായിരിക്കും. വിശ്വാസമുള്ളവരെ കമ്പനിയിൽ വെക്കാനാണ് കണ്ണൻ സാർ ആഗ്രഹിക്കുന്നത്. എന്നോടും ലോപ്പസിനോടും കമ്പനിയിലെ ജോലി സ്വീകരിക്കാൻ കണ്ണൻ സാറ് മഹാലക്ഷ്മിയും ഒരു 100 വട്ടം പറഞ്ഞു. പക്ഷേ ഫുൾ ടൈം ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് സാഗറും മഞ്ജുവും വീടൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നു. വീട് എങ്ങനെയുണ്ടെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഇത്ര വലിയ വീടിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. കോടീശ്വരനായ കണ്ണൻ സാറിന്റെ പെങ്ങളല്ലേ മഞ്ജു. സാഗറാണെങ്കിൽ അളിയൻ. കല്യാണം കഴിഞ്ഞപ്പോൾ അളിയൻ സാഗറിന് ഒന്നും തന്നില്ലല്ലോ, പകരം ഈ വീട് തന്നു. നാളെ തന്നെ പാല് കാച്ചി താമസം തുടങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പണിക്കാരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. ഏതായാലും ഇത്ര വലിയ ഗിഫ്റ്റ് കണ്ണേട്ടൻ തന്നതിൻ്റെ ആ ഒരു അമ്പരപ്പിലാണ് സാഗറും മഞ്ജുവും. പിന്നീട് ദുർഗ ഹോസ്പിറ്റലിൽ എത്തുന്നു. ദുർഗയെ കാണുന്നതും, പ്രതീക്ഷിക്കാത്തവരൊക്കെ വന്നിട്ടുണ്ട് മോളെ എന്ന് മോഹിനി മഹിയോടായിട്ട് പറയുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ മഹിയെയും മോഹിനിയൊക്കെ ഫീസ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിയുടെ മുന്നിൽ നിന്നും പൊട്ടിക്കരയാണ് കേട്ടോ ദുർഗ. തുടർന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടും നിയന്ത്രണം വിട്ട് കരയുന്നുണ്ട്. കരുണ വന്നിരുന്നു എന്നും മഞ്ജു അവളെ തല്ലിയാണ് പറഞ്ഞു വിട്ടത്, അതിന് പുറകെയാണോ അമ്മ വന്നത്, എന്തിനാ വന്നതെന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, ഞാൻ ചെയ്ത തെറ്റിന് മോൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറയാം. കല്യാണം കഴിഞ്ഞ് കണ്ണനൊരു കൂട്ട് എന്ന് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ആങ്ങളെയും മേഘനും ഉണ്ണിയും മഞ്ജുവൊക്കെ പറയുന്നതാണ് ഞാൻ കേട്ടത്. അവർ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നീ കണ്ണനോടൊന്ന് ചോദിച്ചു നോക്ക്, കണ്ണൻ്റെ അച്ഛനുള്ളപ്പോൾ ഞാൻ കണ്ണനെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അമ്മ നല്ല രീതിയിൽ തന്നെയാണ് കണ്ണേട്ടനെ നോക്കിയിരുന്നത്. അത് കണ്ണേട്ടൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്വത്തിൽ മാത്രമായി അമ്മയുടെ കണ്ണ് എന്നെല്ലാം മഹി പറയുമ്പോൾ, സ്വത്തിലും പണത്തിലും ഒന്നും ഒരു കാര്യവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി മോളെ. കണ്ണൻ്റെ നന്മയൊന്നും ആർക്കുമില്ല. ആ തിരിച്ചറിവിലാണ് ഞാനിപ്പോൾ എന്ന് ദുർഗ പറയുമ്പോൾ, എങ്ങനെ അഭിനയിക്കാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടത്, ഉണ്ണിയോ കരുണയോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇനി കരുണയെ വീട്ടിൽ കയറ്റുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അതിന്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് നല്ല സുഖം തോന്നുന്നുണ്ടെന്നും ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊന്നും പാലിച്ചിട്ടില്ല. എത്ര ക്രൂരത ചെയ്തിട്ടും ഉണ്ണിക്കും മേഘനും ഒക്കെ കണ്ണേട്ടൻ മാസം കൃത്യമായിട്ട് സാലറി കൊടുത്തിരുന്നു. പക്ഷെ മേഘന്റെ സാലറി കട്ട് ചെയ്തു. ഉണ്ണിക്ക് ഇപ്പോഴും സാലറി കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതൊന്നും ഇനി വേണ്ട മോളെ, അവൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതല്ലേ, അവൻ വേറെ ജോലി കണ്ടുപിടിച്ച് അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ, അമ്മയുടെ സ്വന്തം മോനെ പോലെ കണ്ണേട്ടനെ സ്നേഹിക്കാനും പരിചരിക്കാനും അമ്മയ്ക്ക് പറ്റുമോ, എന്നെ സ്വന്തം മരുമകളായിട്ട് കാണാൻ പറ്റുമോ എന്ന് മഹിയും, അത്രത്തോളമൊക്കെ നിങ്ങളുടെ മനസ്സ് വളർന്നിട്ടുണ്ടോ എന്ന് മോഹിനിയും ചോദിക്കുമ്പോൾ, എനിക്കിനി നിങ്ങളെ ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. കണ്ണൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടി എന്നായാലും കിട്ടുമെന്നും എനിക്ക് മനസ്സിലായി. ഒരു സമയത്ത് കണ്ണൻ്റെ അച്ഛനെയും കണ്ണനെയും എനിക്ക് ജീവനായിരുന്നു. കണ്ണന് ഇഷ്ടമുള്ളതൊക്കെ മാത്രമാണ് എൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാതെയാണ് ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അത് മോള് കണ്ണനോട് ചോദിച്ചു നോക്കുക എന്നെല്ലാം ദുർഗ വീണ്ടും പറയുമ്പോൾ, അതൊക്കെ കണ്ണേട്ടന് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടാണ് അതിനുശേഷം ഞാൻ മാറിപ്പോയത് എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ, നിങ്ങൾ കണ്ണനെ സ്വന്തം മൂത്ത മോനായിട്ട് സ്നേഹിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാളെ മൂത്ത മകനായിട്ട് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ കണ്ണൻ്റെ തളർച്ച മാറ്റാൻ മരുന്ന് മാറ്റി വയ്ക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ആ സമയത്ത് ആ വാമദേവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്തു എന്നും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ദുർഗ വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. തുടർന്ന് കരുണയുടെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് ആങ്ങളെയാണെന്ന് അറിഞ്ഞപ്പോൾ, ആ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് പങ്കുണ്ടായിരുന്നില്ലേ, നിങ്ങളോട് അയാളെല്ലാം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോളെ വിശ്വേട്ടൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. പഴയ ദുർഗയാവാൻ എനിക്കിനി ഒരിക്കലും കഴിയില്ല. ദൈവത്തിൻ്റെ പേരും ചെകുത്താൻ്റെ സ്വഭാവമായിരുന്നു ഇത്രയും കാലം എനിക്ക്. അതിൽ നിന്ന് ഒരു മോചനം എനിക്ക് വേണം. പഴയ ദുർഗ മാറിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ ഇറക്കി വിട്ടാലും ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാണ്. കാരണം കണ്ണൻ്റെ ചിലവിൽ കഴിയാനുള്ള ഒരർഹതയും എനിക്കില്ല. തുടർന്ന്
കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് മഹിയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നല്ലൊരു കുഞ്ഞു മോൾക്ക് ജനിച്ചില്ലേ, അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മറുകുണ്ട്. ആ മറുക് കുഞ്ഞ് വളരുന്നതോടുകൂടി തന്നെ പടരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് കുഞ്ഞിന് ആ പാട് വന്നത്. എത്ര തവണയാണ് നിങ്ങൾ മഹിയെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് എന്നെല്ലാം മോഹിനിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല, ഇനി ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ പാലിച്ചാൽ മതി. കരുണയ്ക്ക് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉണ്ണിയെ അമ്മ പറഞ്ഞ് തിരുത്തി കഴിഞ്ഞാൽ അവൻ കരുണയ്ക്ക് അവന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തുടർന്ന് അനന്തവും ലേഖയും കൂടപ്പിറപ്പുകളല്ലെങ്കിലും അതിനേക്കാളൊക്കെ സ്നേഹമാണ് അവർ എനിക്കും കണ്ണേട്ടനും തരുന്നത് എന്നെല്ലാം കൂടി മഹി ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് മോളെന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, മോള് വീട്ടിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ മോളെ നന്നായിട്ട് തന്നെ നോക്കുമെന്നും ഇടയ്ക്ക് വരാമെന്നും ദുർഗ പറയുന്നുണ്ട്. മോഹിനി വളർത്തിയ കുഞ്ഞാണ് മഹാലക്ഷ്മി, അതിൻ്റെ എല്ലാ ഗുണങ്ങളും മോൾക്കുണ്ട്. പ്രതാപൻ വളർത്തിയ കരുണയ്ക്ക് അതൊന്നുമില്ല. തുടർന്ന് കുഞ്ഞിനെയും ഒന്ന് തൊട്ടിലൊന്ന് ആട്ടിയതിന് ശേഷം ദുർഗ പോകുന്നുണ്ട്. അങ്ങനെ ദുർഗ പോയതിനു ശേഷം ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ മോളെ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ, അവര് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ഭാര്യ ആയതിനു ശേഷം മരിക്കുന്നത് വരെ കണ്ണേട്ടൻ്റെ അച്ഛനോടും അവർക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റിന് ശേഷമാണ് അവരുടെ സ്വഭാവം മാറിയത്. വാമദേവനാണ്, ആ ചെകുത്താനാണ് എല്ലാത്തിനും കാരണക്കാരനെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ മോഹിനിയോട്. പിന്നീട് കോളിംഗ് ബെല്ല് കേൾക്കുന്നതും സാഗർ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഇതേ സമയം പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ട് ആരാന്ന് സാഗർ ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നതും ദുർഗയാണെന്ന് മനസ്സിലാക്കുന്ന സാഗർ, നിങ്ങൾ എന്താ ഇവിടെ, എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദുർഗയുടെ നേരെ ചൂടാവുന്നു. ആരാ സാഗരേട്ട എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു വരുമ്പോൾ, വന്നു നോക്ക്, കാഴ്ച കാണാൻ ഇഷ്ടമില്ലാത്തവരാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ ദുർഗയെ കണ്ട് രക്തം തെളിച്ചു പോവാണ് കേട്ടോ മഞ്ജുവിൻ്റെ. അമ്മ എന്തിനു വന്നത്, ആരാ കാണാനാണെന്ന് മഞ്ജുവും ചോദിക്കുമ്പോൾ, ആരെയും കാണാനില്ല, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനായിരിക്കും, ആ വാമദേവൻ പറഞ്ഞു വിട്ടതായിരിക്കും എന്നെല്ലാം സാഗർ പറയുമ്പോൾ, നിന്റെ അച്ഛനെ കൊന്നത് അയാളാണെന്നറിഞ്ഞ നിമിഷം മുതൽ അയാളെ എനിക്ക് ആരുമല്ല, അയാളുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ മുറിച്ചു മാറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അമ്മ എന്തിനാ ഇവിടേക്ക് വന്നത് അതാദ്യം പറ. പിന്നെ സാഗരേട്ടൻ തറവാട്ടിലേക്ക് വരുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ, പിന്നെ ആരെ കാണാനാ നിങ്ങൾ വന്നതെന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോൾ, ഞാൻ ഹോസ്പിറ്റലിലും പോയിരുന്നു എന്ന് പറയുന്നുണ്ട് ദുർഗ. കരുണയെ തിരികെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അമ്മയുടെ മകൻ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതിനെഴുതണമെന്നും ദുർഗ പറയുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ ഇളയ മരുമകളെ തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്. അമ്മയുടെ കെട്ടുതാലി അറുത്തത് സ്വന്തം ആങ്ങളെയാണ്. പ്രതാപനാണ് പൈസ വാങ്ങിച്ചുകൊണ്ട് അച്ഛനെ കൊന്നത്. മാത്രമല്ല പ്രതാപനാണെങ്കിൽ അച്ഛനോട് മുൻ വൈരാഗ്യമൊന്നുമില്ല. ഇവിടെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് വാമദേവനാണ്. അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അമ്മ അയാളെ സ്വീകരിക്കും. കാരണം അച്ഛനേക്കാൾ അമ്മയ്ക്ക് സ്നേഹം സ്വന്തം ഏട്ടനോടാണ് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, ഇനി ഞാൻ അവനെ വീടിൻ്റെ മുറ്റത്ത് പോലും കയറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അമ്മ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലത്ത് എന്നിട്ട് അമ്മയെ ഞങ്ങൾ സ്നേഹിക്കാം. തൽക്കാലം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെയും ഏട്ടത്തിയോടൊന്നും അടുത്ത് പോകാനായിട്ട് അമ്മ നിൽക്കണ്ട. ഞങ്ങൾക്ക് കുറേ അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അമ്മയെ വിശ്വസിച്ച് സ്വയം കുഴിയിൽ ചാടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും മുഖത്തടിച്ചതുപോലെ മഞ്ജു ദുർഗയോട് പറയുന്നുണ്ട്. അങ്ങനെ ദുർഗ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണം മോളെ, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നെല്ലാം പറയുമ്പോൾ, അതിനൊക്കെ ഇവിടെ ആളുണ്ട്, നിങ്ങൾ പോകാൻ നോക്കുക എന്ന് സാഗർ പറയുന്നുണ്ട് ദുർഗയോട്. അങ്ങനെ ദുർഗ പോയതിനു ശേഷം അയാളെയും അമ്മയെയും ഉണ്ണിയേട്ടനെയും കരുണയെന്നും കുടിച്ചൽ വെള്ളത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ ഏതായാലും എന്നെ കൊല്ലില്ല, പക്ഷേ നമ്മുടെ കുഞ്ഞിനെയും സാഗരേട്ടനെയും ഒക്കെ വക വരുത്താൻ വേണ്ടിയിട്ട് അമ്മ എന്തു വേണമെങ്കിലും ചെയ്യും, അതാണ് എൻ്റെ പേടിയെന്ന് മഞ്ജു പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയുടെ മുന്നിൽ ആഭരണപ്പെട്ടിയെല്ലാം തുറന്നു കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം കണ്ണ് മഞ്ഞളിച്ച് പോവുകയാണ് കേട്ടോ ഉണ്ണിയുടെ. തുടർന്ന് ഇത് ഞാൻ ലോക്കറിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാണെന്നും ഇനി ഇത് നിനക്കാണെന്നും പറയുന്നുണ്ട്. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. കരുണമോളെയും നിങ്ങളുടെ കുഞ്ഞിനെയും നോക്കേണ്ടത് ഇനി നീയാണ്. അതുകൊണ്ട് തന്നെ ഇതിനി നിന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്. ഇപ്പം നീ കണ്ണൻ്റെ കൃപയിലാണ് ജീവിക്കുന്നത്. കരുണമോള് ലക്ഷ്മിയെ തള്ളിയിട്ടത് കൊണ്ട് തന്നെ ഇനി കണ്ണനും ലക്ഷ്മിയും നിന്നോട് ദയവ് കാണിക്കൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ ജീവിക്കണ്ടേ, അതുകൊണ്ടാണെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അതാണ് എൻ്റെ പേരിൽ വീടും പറമ്പും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാലും ഞങ്ങൾക്ക് കയറി വിടാൻ വീടായല്ലോ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഒരിക്കലും കരുണ ഇതറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് ഇതൊക്കെ ഐശ്വര്യമായിട്ട് കാറിൽ കൊണ്ടുവച്ചോ, തുടർന്ന് നിനക്ക് സ്വന്തമായിട്ട് ലോക്കറൊക്കെ ഉണ്ടല്ലോ,
എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ ഉണ്ടെന്നും പക്ഷെ വേണമെങ്കിൽ ഇത് വിൽക്കാമല്ലോ, ഞങ്ങൾക്ക് സ്വന്തം ജ്വല്ലറി ഉണ്ടല്ലോ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് പക്ഷെ നിന്റെ ജ്വല്ലറി അല്ലല്ലോ, കണ്ണൻ്റെ ജ്വല്ലറി അല്ലല്ലോ ആണല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സ്വർണ്ണം ഇപ്പോൾ ഏത് ജ്വല്ലറിയിൽ വേണമെങ്കിൽ എടുക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. തുടർന്ന് എല്ലാം ഈ ആഭരണങ്ങൾ മുഴുവൻ 916 ആണെന്നും കരുണയ്ക്ക് ഞാൻ ഇതുപോലെ 916 സ്വർണ്ണങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ ഇനി നിനക്ക് അവകാശപ്പെട്ടതാണെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് എൻ്റെ കയ്യിൽ ഇനി സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ല, ഈ കഴുത്തിലും കാതിലും കിടക്കുന്നത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ മോൾ എൻ്റെ കുഞ്ഞിനെ തള്ളിക്കളയരുത്, ഇനി അവൾക്ക് മോൻ മാത്രമേ ഉള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ സ്വർണം മുഴുവൻ കാറിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്നു. അപ്പം ഇതെല്ലാം കൈവിട്ട് പോകുന്നതിൻ്റെ ഒരു നിരാശ മുത്തശ്ശിയുടെ മുഖത്തുണ്ട്. പിന്നീട് മഹിയും മോഹിനിയും കൂടിയിട്ട് ദുർഗയുടെ മാറ്റത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇനി ഉണ്ണി കരുണയെ അവൻ തിരിച്ച് സ്വീകരിക്കുമോ എന്ന് മഹി ചോദിക്കുമ്പോൾ ഇനി അവൻ അതിന് തയ്യാറായാൽ കൂടി അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും, എനിക്ക് എന്തായാലും അവളെ ഓർത്ത് സങ്കടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പക്വതയൊന്നും അവൾക്കായിട്ടില്ല, ഇനി അവൾ ആ കുഞ്ഞിനെ ഏത് രീതിയിലായിരിക്കും വളർത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല, അവളെ പോലെയാണ് ആ കുഞ്ഞ് വളരുന്നതെങ്കിൽ അവൾക്ക് പോലും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. ഇതേ സമയം ലേഖ വരുന്നു. അപ്പോൾ ഇനി ഞാൻ പോവാണെന്ന് മോഹിനി പറയുമ്പോൾ ഞാനിപ്പോൾ വന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അമ്മ തിരിച്ചു വരണമെന്നില്ല എന്ന് മോഹിനി പറയുന്നതും ലേഖയ്ക്ക് തന്നെ കുഞ്ഞിനെ ലാളിക്കണം, അതുകൊണ്ടാണ് അമ്മോട് പൊക്കോളാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് രാത്രി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നും മോഹിനി പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നും മഹിയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ലേഖ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മോള് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നൂലുകെട്ട് കഴിഞ്ഞാൽ മോൾക്കും കുഞ്ഞിനും കണ്ണൻ്റെ വീട്ടിലേക്ക് പോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയും കുഞ്ഞും ആ വീട്ടിലേക്ക് പോകുന്നതിനോട് അമ്മ യോജിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, കണ്ണേട്ടൻ്റെ അമ്മ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിലും അതിലൊക്കെ ആത്മാർത്ഥതയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഇനിയിപ്പോൾ കരുണ കൂടി ആ വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ കരുണയും ഉണ്ണിയും ആ താമസിക്കുന്ന വീട്ടിൽ ലക്ഷ്മിയും മോളും കുഞ്ഞും ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. ഏതായാലും കണ്ണനോട് മോളും അനന്തും ഒന്ന് സംസാരിച്ച് നോക്കുക, കണ്ണൻ പറയുന്നതിനപ്പുറം മോൾക്കൊന്നുമില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയുടെ പേരിൽ വീടും പറമ്പും എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മുത്തശ്ശിയും ഉണ്ണിയും തിരികെ കരുണാലയത്തിലെത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ മോനെ, സകല സ്വത്തുക്കളും ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ കുഞ്ഞിനെ നീ വിഷമിപ്പിക്കരുത്, എല്ലാം അറിഞ്ഞ് ദുർഗയും കണ്ണനുമൊക്കെ ഞങ്ങളോടിപ്പോൾ തീർത്താൽ തീരാത്ത ദേഷ്യമാണ്, മോൻ മോളെയും കൂട്ടി കമലേശ്വരത്തേക്ക് തിരികെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ നിന്ന് മാട്ടിയിറക്കി വിട്ടാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അത് പ്രതാപൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് ഉള്ള വീടാണെന്നും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് പറയുമ്പോൾ ഗത്യന്തരം ഇല്ലാതെ വന്നാലേ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. ഇതേ സമയം കരുണ വരുന്നു. മോള് റെഡിയായിട്ടിരിക്കുകയാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഉണ്ണിയോട്. തുടർന്ന് മോളിനി അവിടേക്ക് ചെന്ന് കയറിയാലും അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നെല്ലാം മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട് കേട്ടോ കരുണയെ. തുടർന്ന് എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാവുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ കരുണയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. തുടർന്ന് ദുർഗ എന്തെങ്കിലും പറഞ്ഞാലും മോള് പ്രതികരിക്കാനൊന്നും നിൽക്കണ്ട, അവരെല്ലാവരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോള് കരഞ്ഞു കാണിച്ചാൽ മതി, എന്തൊക്കെ പറഞ്ഞാലും ആ വീടിപ്പോൾ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും പേരിലാണ്, അതുകൊണ്ട് തന്നെ നിനക്കും ഉണ്ണിമോനും അധികാരമൊന്നും അവിടെ കാണിക്കാനായിട്ട് പറ്റില്ല, അതെപ്പോഴും മോളുടെ മനസ്സിലുണ്ടായിരിക്കണം. മാത്രമല്ല കേസ് നടക്കുന്ന സമയത്ത് മോള് കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കൈയും കാലും പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണൻ കേസ് പിൻവലിക്കാനും സാധ്യതയുണ്ട്. കേസ് നടത്തിക്കൊണ്ടു പോകാനാണെങ്കിൽ ഒരുപാട് പൈസയുടെ ചെലവില്ലേ മോളെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കാലണയുടെ കാശില്ല, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല എന്ന് മുത്തശ്ശി അബദ്ധവശാൽ പറയുന്നതും അത് കേട്ട് അപ്പോൾ മുത്തശ്ശിയുടെ വീടും പറമ്പോ എന്ന് കരുണ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, എന്നാലും കേസ് നടത്താൻ അതുമാത്രം പോരാ, അതിലും വലിയൊരു തുക വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരുണയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ കരുണ അകത്തേക്ക് പോകുന്നതും ഞാനും പ്രതാപനും ഉണ്ടാക്കിയിട്ടതെല്ലാം നിനക്ക് തന്നു കഴിഞ്ഞു, എല്ലാം കരുണമോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, നീ അതുകൊണ്ട് തന്നെ മോൻ ഒരിക്കലും അവളെ കരയിക്കരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളുടെ കണ്ണ് നിറയിക്കാൻ അവസരം ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഗൂഢമായിട്ട് നിന്ന് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെ ഉണ്ണി കരുണയും കൂട്ടി കമലേശ്വരത്തേക്ക് തിരികെ പോകുന്ന ആ വഴിയിൽ മാർക്കോ അവരുടെ വണ്ടിക്ക് കുറുകെ വന്ന് ബൈക്ക് നിർത്തുന്നുണ്ട്.
തുടർന്ന് കാറിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും വിരട്ടുന്നു. നിങ്ങൾ രണ്ടുപേരും എവിടേക്ക് പോവാന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ണിയേട്ടന്റെ വീട്ടിലേക്കെന്ന് കരുണ പറയുന്നതും ഉണ്ണിയേട്ടന്റെ വീടോ, അത് കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും വീടാണ്, ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവരെ വിരട്ടുന്നുണ്ട്. തുടർന്ന് നിന്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ മകളെ സ്വീകരിക്കാൻ നിനക്ക് നാണമില്ലേടാ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. ഏട്ടത്തിയുടെ രണ്ടാനച്ഛനാണ് ഇവളുടെ അച്ഛൻ എന്ന് ഉണ്ണി പറയുമ്പോൾ മഹാലക്ഷ്മി എന്നും അയാൾക്ക് ശത്രുവാണ്, അതുകൊണ്ടാണ് മഹാലക്ഷ്മി അയാൾക്കെതിരെ കോടതിയിൽ മൊഴി കൊടുത്തത് എന്നും പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അയാൾ ഇവൾക്ക് വേണ്ടി ആരെയും കൊല്ലാൻ നടക്കില്ലേ, നിന്റെ അമ്മായി അച്ഛൻ. അയാൾ മാത്രമല്ല ഇവളും ജയിലിൽ പോയി കിടക്കേണ്ടതാണ്. അത്രയ്ക്ക് വലിയ ക്രൂരതയല്ലേ ഇവൾ മഹാലക്ഷ്മിയോട് ചെയ്തത് എന്നും മാർക്കോ ചോദിക്കുമ്പോൾ ഒരു തെറ്റുപറ്റി പോയി ചേട്ടാ, ഇനി ഒന്നും ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് നിന്നെ കാറിൽ ചാരി നിർത്തി നെഞ്ചിടിച്ച് കലക്കുക വേണ്ടത്. തുടർന്ന് ഈ കുറച്ച് നാൾ കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും കുഞ്ഞും അങ്ങോട്ട് വരും. ആ സമയത്ത് അവരെ ദ്രോഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നതും ഇവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടി പറയുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു, അമ്മയാവാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഇനി മഹാലക്ഷ്മിയും കണ്ണൻ സാറിനും എതിരായിട്ട് നിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കൊന്നുകളയും എന്നൊരു അവസാന താക്കീത് മാർക്കോ നൽകുന്നുണ്ട്. അങ്ങനെ കരുണയും ഉണ്ണിയും തിരികെ കമലേശ്വരത്തേക്ക് എത്തുന്നു. കരുണയും കൂട്ടിക്കൊണ്ടുവരുന്ന ഉണ്ണിയെ കണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ ദുർഗ. ഇവളെ എന്തിനാണ് നീ കൂട്ടിക്കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇവളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഉണ്ണി പറയുമ്പോൾ എന്നാ നീ എന്തിന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, ഇവളെയും കൊണ്ട് നിനക്ക് മാറി താമസിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. കണ്ണൻ്റെ സമ്മതമില്ലാതെ ഇവളെ ഈ പടിക്കകത്ത് പോലും കയറ്റാൻ പറ്റില്ല, നിന്റെ അച്ഛൻ്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ കണ്ണൻ വരുന്നു. അച്ഛൻ്റെ കൊലയാളിയുടെ മോളെയും കൂട്ടി അവൻ വന്നേക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ കണ്ണനോട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ പോയി തൊഴുതു നിൽക്കുന്നു. തുടർന്ന് നീ എന്നെ ഇങ്ങനെ തൊഴുവൊന്നും വേണ്ട, അതിലൊരാത്മാർത്ഥതയും എനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇവളുടെ മുത്തശ്ശി ഇവൾക്ക് നല്ല സ്റ്റഡി ക്ലാസ് കൊടുത്തു കാണും കണ്ണ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കരഞ്ഞു കാണിച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു വിട്ടു കാണുമെന്ന് പറയുമ്പോൾ നിങ്ങളെ ആരെയും എനിക്ക് വിശ്വാസമില്ല എന്ന് കണ്ണൻ പറയുന്നതും എന്നെ അതിൽ പെടുത്തരുത് മോനെ എന്ന് ദുർഗ പറയുമ്പോൾ എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, മറിച്ച് പേടിയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഉണ്ണിയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇവളുടെ മുത്തശ്ശി നിനക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞു വളരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവളെ സ്വീകരിക്കില്ലായിരുന്നു എന്ന് ഉണ്ണി പറയുമ്പോൾ അത് നിന്നെ സംബന്ധിച്ച് ഒരധിക ചെലവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണ് ഇവളെന്ന് അറിഞ്ഞപ്പോൾ അവന് ഇവളോടുള്ള ഇഷ്ടം കൂടിയെന്ന് പറയാണ് ദുർഗ. ഇതേ സമയം ഇനി ഇവളെ നീ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവളെ അകത്തേക്ക് പോലും കയറ്റരുതെന്ന് കരുതിയതാണ് ഞാൻ, പക്ഷേ എനിക്കും ഇവളുടെ ചേച്ചിക്കൊക്കെ എല്ലാവരോടും ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, അത് ഞങ്ങളുടെ ഒരു ദൗർബല്യം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് ഇവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇവളോടൊപ്പം നിന്നെയും ആട്ടിപ്പുറത്താക്കും എന്നൊരു അവസാന താക്കീത് കണ്ണൻ ഉണ്ണിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്